വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പി വി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നൊരു സിമ്പിൾ ആയിട്ടുള്ള കാറ്റലോഗാണ് ഇതിൽ കാണാൻ പോകുക. അതായത് യോക്കിലും ഡാമൻ പോർഷനിലും ഹെവി ആയിട്ടുള്ള ഒരു കോസ്റ്റ്ലി നെറ്റുള്ള ഓർഗൻസ എംബ്രോയിഡറി പാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് കാണാൻ. അപ്പോൾ സിമ്പിൾ, ഒത്തിരി ഓവർ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അതിൻ്റെ നെക്ക് കണ്ടോ, ഈ നെക്കും പിന്നെ ഡാമൻ പോർഷനിലുമാണ് ഈ ഒരു ഹെവി എംബ്രോയിഡറി വരുന്ന ഒരു ഓർഗൻസ പാച്ചാണ് ഇതിൽ യോക്കിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഒരു വി ഷേപ്ഡ് നെക്കാണ്. അതിലിങ്ങനെ ഒരു അൺഈവൻ സ്റ്റൈലിലാണ് സ്കലപ്പ് പോലെ ആ ബോർഡേഴ്സ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ വരും. നല്ല കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. ഒരു ഓണിയൻ പിങ്കിൻ്റെ ടോണ്, ഇതേപോലെ ഇതുണ്ടോ, ഇത്രയും കളർ ഷെയ്ഡ്സ്, 6 കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതേപോലെ ഒരു ഓവറോൾ ലുക്ക്, അതായത് ഇതുണ്ടോ ഇങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഓർഗൻസ, അതിൽ ഹെവി എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു പാച്ച് വർക്ക്. പിന്നെ എൻ്റെ ഡാമൻ പോർഷൻ വളരെ തിക്കായിട്ടുള്ള ഒരു ഡാമൻ ബോർഡറാണ് അതിലും ചെയ്തേക്കുക. ദുപ്പട്ട ഓർഗൻസയിലും സെയിം പാച്ച് വർക്ക് തന്നെ ബോർഡേഴ്സിൽ ചെയ്തേക്കുന്നു. ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഈ ഒരു ഒണിയൻ പിങ്ക് പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ്, ഒരു പക്ക ഒണിയൻ പിങ്ക് അല്ല, കുറച്ചും കൂടെ ഒരു മജന്തയുടെയും കൂടെ ഒരു മിക്സ് ആയിട്ട്, മജന്ത കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അടുത്ത ഷെയ്ഡ് നല്ലൊരു കോറൽ പിങ്കിൽ കുറച്ചൊരു ബ്രൗൺ ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ നെറ്റ് പാച്ച് നോക്കി, ഇതേപോലെ വരും. ഹെവി ആയിട്ടുള്ള നെറ്റല്ല, ഓർഗൻസ പാച്ചാണ്. ഹെവി എംബ്രോയിഡറി വരുന്ന ഓർഗൻസ പാച്ചാണ് അതിൽ കൊടുത്തേക്കുക. ഇതാണ് എൻ്റെ ഡാമൻ പോർഷൻ. ഇത് ഇങ്ങനെ വരും അതിൻ്റെ ഡാമൻ ബോർഡർ. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്ന ഓൺ ഡിസൈൻ. ടോപ്പിൻ്റെ ലെങ്ത് 2.6 മീറ്റർ ആണ്. ദുപ്പട്ട 2.4. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. തേർഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല കളർ ഷെയ്ഡ്സ് ആണ്. നമ്മുടെ ലാവൻഡറും അതിലൊരു കുറച്ചൊരു ഗ്രേ ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഉണ്ടോ. ഹെവി ഡാമൻ ബോർഡർ, അത് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് യോക്കിലും ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ചെയ്തേക്കുന്നതുള്ളൂ. പി വി സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആണ് പി വി സിൽക്ക് ഫാബ്രിക്. ബോട്ടം സാഡൂൺ ഫാബ്രിക്കിലാണ്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് മാംഗോ ഷെയ്ഡ്, അതായത് യെല്ലോ അല്ല ഇതിൽ ഹൈലൈറ്റഡ്, നമ്മുടെ മാംഗോയുടെ ഒരു കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഇരിക്കുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. യെല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ലൊരു കളർ ഷെയ്ഡിൽ പൈറൻസ് ചെയ്യും. ഇതിൻ്റെ എല്ലാ കളേഴ്സും കൊതിയാണ്, നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് പി വി സിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് ഡിസൈൻസ് എപ്പോഴും തന്നെ ഇപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന, കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഫാബ്രിക്കാണ്, സമ്മർ സ്പെഷ്യൽ ഫാബ്രിക്കാണ് പി വി സിലൊക്കെ. അതിലാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് പാറ്റേൺ വരുന്നൊരു ഡിസൈൻ. ദുപ്പട്ട ഓർഗൻസയാണ്. ഇത് നമ്മുടെ എന്നും കൺഫ്യൂഷൻ വരുന്ന ആ ഒരു കളർ ഷെയ്ഡാണ്. നമ്മുടെ ഡാർക്ക് ടോക്കിസ് ഷെയ്ഡാണ്. വീഡിയോയിൽ സ്കൈ ബ്ലൂ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാൽ ബ്ലൂവും ഗ്രീനും മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇതിനോട് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ജോർജറ്റിലും എല്ലാ ഫാബ്രിക്കിലും ഈ കളർ ചെയ്യും. ഭയങ്കര മൂവിങ് കളറാണ് ഇത് വന്നിട്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പം ഈ കളർ ഒരിക്കലും കറക്റ്റായിട്ട് വരത്തില്ല, ലൈറ്റ്നിങ് അനുസരിച്ച് രണ്ടിൻ്റെയും ബ്ലണ്ട് ആയതുകൊണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും, കളർ മനസ്സിലായി കാണും. ഓർഗൻസ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഡാർക്ക് റെഡ് ഷെയ്ഡിൽ ഇതേപോലെ നെറ്റ് ഓർഗൻസ പാച്ച്. ഇതാണ് എൻ്റെ ലോഗോ പാർട്ട്. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ 6 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.